എത്രത്തോളം ദുരവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ പുറത്തേക്കിറങ്ങുമ്പോൾ, റോഡുകളിലേക്ക് സഞ്ചാരത്തിനിറങ്ങുമ്പോൾ എന്നുള്ളതിൻ്റെ തത്സമയ കാഴ്ചകളുമായി ചേരുന്നുണ്ട്. തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജി, കൊച്ചിയിൽ നിന്ന് ശ്യാംകുമാർ, തിരുവനന്തപുരത്ത് നിന്ന് ഹരികൃഷ്ണൻ എന്നിവരാണ് തത്സമയം ചേരുന്നത്. അത് ഞാൻ പോകുന്നത് ശ്യാംകുമാറിലേക്കാണ്. ശ്യാംകുമാർ നിലവിലുള്ളത് ഇടപ്പള്ളിയിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇടപ്പള്ളി കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വാർത്തകളിൽ നിറഞ്ഞതാണ്. നമുക്കറിയാം, അവിടെ വലിയ വെള്ളക്കെട്ടുണ്ടായി, തുടർച്ചയായി വെള്ളക്കെട്ടുണ്ടാകുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതുമാണ്. അപ്പോൾ ഇപ്പോൾ ഈ റോഡിൻ്റെ അവസ്ഥ എന്താണ്? അവിടെ പൊട്ടിപ്പൊളിഞ്ഞ് പിറകിലൊക്കെ കിടക്കുന്ന നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. എന്താണ് ഈ റോഡിൻ്റെ അവസ്ഥ? തീർച്ചയായും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായ ഇടപ്പള്ളിയിലെ അതേ റോഡിൽ തന്നെയാണ് നിൽക്കുന്നത്. ഈ ആളുകളൊക്കെ ഈ വാഹനങ്ങളിൽ വരുന്നത് കാണാൻ എത്രത്തോളം പാടുപെട്ടാണെന്ന്. മഴ കൂടി പെയ്യുമ്പോൾ ഇവിടെ റോഡ് ഏതാണ്, വെള്ളക്കെട്ട് ഏതാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്തൊരവസ്ഥയുണ്ടാകും. ദേശീയപാതയുടെ പണിയുടെ ഭാഗമായിട്ടാണ് ഈ വലിയ ദുരവസ്ഥയുണ്ടായത്. പക്ഷേ കരാർ കമ്പനി ആദ്യം ചെയ്യേണ്ടത് ഈ സൈഡിൽ കൂടി പോകുന്ന യാത്രക്കാർക്ക് സുരക്ഷിതമായി സഞ്ചരിക്കാനുള്ള ഇടമൊരുക്കുകയായിരുന്നു. അത് ചെയ്യാതിരുന്നതാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നത്തിന് ഇടയാക്കിയത്. ഇവിടെ നിന്ന് തുടങ്ങുന്ന ഈ ദുരിതമാണ് ആലപ്പുഴ, പറവൂരിലും അരൂരിലും ഒക്കെ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് നീങ്ങുന്നത്. അവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഹൈക്കോടതിയുടെ നിരീക്ഷകർ ഉൾപ്പെടെ എത്തുകയും ചെയ്തിരുന്നു. ഏതായാലും വലിയ ദുരന്തത്തിലൂടെ തന്നെയാണ് റോഡ് യാത്ര. പ്രത്യേകിച്ച് മഴ ഇപ്പോൾ മാറി നിൽക്കുന്നതുകൊണ്ടാണ് ഈ റോഡിന്റെ അതിർത്തിയും ഈ കുഴിയും തമ്മിൽ കാണാൻ പോലും സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇവിടെ വെള്ളം കയറി കിടക്കുമ്പോൾ പലപ്പോഴും ഇരുചക്ര വാഹനങ്ങളൊക്കെ ഈ കുഴിയിലേക്ക് തെന്നി വീണ സംഭവങ്ങൾ പോലും ഉണ്ടായിരുന്നു. അത്തരമൊരു അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴും കിടക്കുന്നത്. കുറച്ച് റിബണുകൾ കെട്ടിയിട്ടുണ്ട് എന്നുള്ളതല്ലാതെ റോഡ് തമ്മിൽ തിരിച്ചറിയാനായിട്ട് ഒരു മാർഗവുമില്ല. അങ്ങനെ ഈ റോഡ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പറവൂരിലേക്കും മറ്റു ഭാഗങ്ങളിലേക്കും ഒക്കെ വലിയ രീതിയിലുള്ള റോഡുകൾ പൊളിഞ്ഞു കിടക്കുന്ന, സൈഡ് അറിയാൻ പറ്റാത്ത അവസ്ഥയിലൂടെയാണ് ഈ ദുരിതയാത്ര ഉള്ളത്. ഇത് കൊച്ചിയുടെ ഇടപ്പള്ളിയാണ്. കൊച്ചി നഗരത്തിന്റെ മെട്രോ നഗരം എന്ന് വിശേഷിപ്പിക്കുന്ന കൊച്ചിയുടെ ഏറ്റവും പ്രവേശന കവാടത്തിലേക്കുള്ള ഒരു വഴിയാണ് ഈ കാണുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഏതായാലും ഈ പ്രദേശത്തെ ഈ യാത്ര തന്നെ, കൊച്ചിയിലേക്കുള്ള പ്രധാന വഴികളിലേക്കുള്ള യാത്ര എങ്ങനെയാണെന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമായി മാറുകയാണ് ഈ ഒരു പ്രധാന റോഡിലൂടെയുള്ള ഈ ഇടപ്പള്ളിയിലെ കൊച്ചിയുടെ പ്രവേശന കവാടത്തിലെ ഈ കാഴ്ച. കൊച്ചിയിൽ ഇത് മാത്രമല്ല, തൃക്കാക്കര ഭാഗത്തേക്കുള്ള റോഡുകളിലേക്ക് ഇതിലും വലിയ കുഴിയാണ് ഉള്ളത്. തേവര കുണ്ടന്നൂർ പാലത്തിലാണെങ്കിൽ കുഴികൾ കൊണ്ട് സമൃദ്ധമാണ്. അവിടെ എണ്ണിത്തീരിയാൽ കഴിയാത്ത കുഴിയാണ്. അത്തരത്തിൽ കൊച്ചിയിലെ പല പ്രധാന റോഡുകളും കുഴിയായിട്ടും മഴ മാറിയിട്ടുമൊന്നും നേരെയാക്കാൻ ഉദ്യോഗസ്ഥർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതിന്റെ ദുരിതം അനുഭവിക്കുന്നത് ഇതുപോലത്തെ സാധാരണക്കാരാണ്. അവരാണ് ഇത്തരം അപകടത്തിൽ പെടുന്നതും. ഇവിടെ ഈ അപകടങ്ങളൊക്കെ പതിവാണോ, തുടർക്കഥയാണോ ശ്യാം? ഏറ്റവും പ്രധാനപ്പെട്ട നേരത്തെ ഞാൻ പറഞ്ഞ തേവര കുണ്ടന്നൂർ പാലത്തിലെ കാര്യമാണ്. അവിടെ എത്ര കുഴിയുണ്ടെന്ന് ആർക്കും അറിയാൻ കഴിയാത്ത അവസ്ഥയാണ്. വെള്ളം വീണ് കഴിഞ്ഞാൽ ആ കുഴികൾ കാണാൻ കഴിയില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെ ഒരു വാർത്താ ആവശ്യവുമായി ബന്ധപ്പെട്ട് അവിടെ പോകുമ്പോൾ അവിടെ ഏകദേശം എണ്ണിയപ്പോൾ തന്നെ നമുക്കത് 15-ലേറെ കുഴികൾ ഒരു സ്ഥലത്ത് മാത്രം എണ്ണാൻ സാധിച്ചു. അങ്ങനെ നീണ്ട രീതിയിലുള്ള കുഴികളാണ്. ഇപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലം തന്നെ കാണാം. ഈ റോഡിന്റെ അരികെ ഇങ്ങനെ മണ്ണ് കൂട്ടിയിട്ട്, ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ പ്രതിഷേധം ഉണ്ടായപ്പോൾ മണ്ണ് കൂട്ടിയിട്ടുണ്ട്. പക്ഷേ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ ഈ ഇരുചക്ര വാഹനങ്ങൾ വരുന്ന ഈ വഴിയും ഈ റോഡിലേക്കുള്ള കുഴിയും തമ്മിലുള്ള ദൂരം അറിയാൻ സാധിക്കില്ല. അതോടുകൂടി ആളുകൾ വാഹനത്തിന്റെ ടയർ അങ്ങോട്ടോ ഇങ്ങോട്ടോ തെന്നിയാൽ ഒരു കുഴിയിലേക്ക് പതിക്കുന്ന അവസ്ഥയാണുള്ളത്. അങ്ങനെ ഇടപ്പള്ളി ഏറ്റവും പ്രധാനപ്പെട്ട ഇടപ്പള്ളിയിലെ കാഴ്ചയാണ്. ഈ കുഴിക്കൊക്കെ എത്ര ആഴമുണ്ടെന്ന് പോലും അറിയാൻ കഴിയാത്ത ഒരവസ്ഥയാണ്. അവിടെ സൈഡിൽ ഒരു റിബൺ കെട്ടിയിട്ടുണ്ട്. പക്ഷേ രാത്രി സമയങ്ങളിൽ ഇവിടെ ഇതൊന്നും കാണാൻ കഴിയാതെയാണ് മഴയത്തെ ഇരുചക്ര വാഹനങ്ങളൊക്കെ കടന്നു വരേണ്ടത്. ബസ് ഉൾപ്പെടെ പോകുന്ന റൂട്ടാണ്. അപ്പോൾ ഇപ്പോൾ തന്നെയുള്ള ഒരു ചെറിയ ഗതാഗത കുരുക്ക് വന്നപ്പോൾ അവസ്ഥയാണ് ഇരുചക്ര വാഹനങ്ങളൊക്കെ എത്രത്തോളം ബുദ്ധിമുട്ടിയാണ് പോകുന്നതെന്ന്. ഈ കാൽനട യാത്രക്കാരാണെങ്കിൽ ഇപ്പോൾ ഈ മഴ ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ കടന്നു പോകാൻ സാധിക്കുന്നു. മഴയാണെങ്കിൽ ഇതും ഈ യാത്രയും ഇവിടെ അസാധ്യമാണ്. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും ഈ ആളുകളുടെ ദുരിതം ഇങ്ങനെ 2-3 മാസമായി ഇങ്ങനെ തുടരുകയാണ്. ഒരു തരത്തിലുള്ള നടപടികൾ ഉണ്ടാകുന്നില്ല. ഇത്തരത്തിൽ വാർത്തകൾ വരുമ്പോൾ ചെറിയ റിബൺ കെട്ടാനും മണ്ണിടാനും മാത്രമായിട്ട് ഉദ്യോഗസ്ഥർ വരുന്നു. അതിനപ്പുറത്തേക്ക് സുരക്ഷിതമായ യാത്രക്കാരന്റെ അവകാശമാണ് എന്നുള്ളൊരു ബോധ്യമില്ലാത്ത ഉദ്യോഗസ്ഥരുടെ ഒരു ഇടപെടലാണ് ഇത്രയും ദുരിതയാത്ര ഈ കൊച്ചി നഗരത്തിൽ മാത്രം ഉണ്ടാക്കുന്നത്. കൊച്ചിയിലെ ഒരു സ്ഥലത്തെ കാര്യമല്ല, അത് കൊച്ചിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തൃപ്പൂണിത്തുറ ഭാഗത്തേക്ക് പോകുമ്പോൾ ഒക്കെ വലിയ കുഴികളാണ് സെസിന്റെ ഭാഗത്തൊക്കെ ഉള്ളത്. കണ്ണങ്ങാട് ഭാഗത്തൊക്കെ, തേവര ആ ഭാഗത്തൊക്കെ ആ പാലത്തിൽ നിരന്തരം കുഴികളാണ്. ആംബുലൻസുകൾക്കൊന്നും പോകാൻ സാധിക്കില്ല. ബൈക്ക് യാത്രക്കാരുടെ കാര്യം പറയുകയും വേണ്ട. അത്തരത്തിലുള്ള വലിയ കുഴികൾ നിറഞ്ഞ ഈ പാലമൊക്കെ മഴ മാറിയിട്ട് പോലും ഒരു നടപടികളും, ആ കുഴികൾ അടയ്ക്കാനുള്ള നടപടികൾ പോലും ഉണ്ടായിട്ടില്ല. പക്ഷേ മന്ത്രിയും ഉദ്യോഗസ്ഥരുമൊക്കെ പറയുന്നത് എല്ലാം ശരിയാണ് എന്നുള്ളതാണ്. പക്ഷേ എങ്ങനെ ശരിയായില്ല എന്നുള്ളതിന്റെ കാഴ്ചകൾ കൂടിയാണ് ഈ കാണുന്നത്, ഈ ജനങ്ങൾ അനുഭവിക്കുന്നത്. നിലവിൽ ശ്യാം, ഇപ്പോൾ ഈ റോഡിന്റെ കാര്യത്തിൽ അതിലൊരു ഇടപെടൽ വേണ്ടത് ആരുടെ ഭാഗത്തു നിന്നാണ്? ഇടയ്ക്കിടെ ചില ഇടപെടലുകൾ നാമമാത്രമായി ഉണ്ടാകാറുണ്ട് എന്ന് ശ്യാം പറഞ്ഞല്ലോ. അത് ആരുടെ മുൻകൈയിലാണ്?
അനുജ, ഇവിടെ കരാർ കമ്പനിയാണ്. ഇവിടെ ഇത് ദേശീയപാതയുടെ ഭാഗമായിട്ടുള്ള ഒരു നിർമ്മാണമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അപകടം ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ ഈ ഭാഗത്തേക്ക് വന്നത്. നിരന്തരം അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു ഭാഗമായതുകൊണ്ടാണ് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താനായിട്ട് തീരുമാനിച്ചത്. ഏതായാലും ഇവിടെ ഇടപെടേണ്ടത് ദേശീയപാതയുടെ കരാർ ഏറ്റെടുത്ത കമ്പനിയാണ്. ആദ്യം ഈ വഴിയിൽ പോകുന്ന വാഹനങ്ങൾക്ക് സുരക്ഷിതമായി പോകാനുള്ള വഴിയാണ് ഒരുക്കേണ്ടത്. അതിനുശേഷമാണ് റോഡ് പുനർനിർമ്മിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇപ്പോൾ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ആലപ്പുഴയിലേക്ക് വന്നപ്പോൾ അരൂർ ഭാഗത്തൊക്കെ ഇതേപോലുള്ള കുഴികൾ വന്നപ്പോഴാണ് അമിക്കസ് ക്യൂറിയൊക്കെ നിയോഗിച്ചത്. അത് ഹൈക്കോടതിയിൽ നിന്ന് അരൂർ വരെ പോയി എങ്കിൽ ഇത് ഇടപ്പള്ളിയിലാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഹൈക്കോടതിയുടെ ഉൾപ്പെടെ ഏറ്റവും കണ്ടെത്തുന്ന സ്ഥലത്താണ് ഈ കാഴ്ച. പക്ഷേ ഇവിടെ എന്തുകൊണ്ട് ഇടപെടൽ നടക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഈ കുഴികളൊക്കെ എത്രത്തോളം ആഴമുണ്ടെന്ന് പോലും അറിയാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഈ കുഴികളൊക്കെ കിടക്കുന്നത്. ഇരുചക്ര വാഹനങ്ങളൊക്കെ മഴയത്ത് ഇവിടെ കഴിഞ്ഞ ദിവസമൊക്കെ വെള്ളം കയറി റോഡ് ഏതാണ് ഈ സൈഡ് ഏതാണെന്ന് അറിയാൻ മേലാത്ത അവസ്ഥയിലുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇരുചക്ര വാഹനങ്ങൾ ബൈക്കുകൾ തെന്നി വീഴുന്ന അവസ്ഥയുണ്ടായത്. അങ്ങനെ ഈ റോഡിന്റെ നിരപ്പിൽ ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഗതാഗത നിയന്ത്രണങ്ങൾ അപകടമുണ്ടെന്ന് സൂചിപ്പിക്കുന്ന സൂചനാ ബോർഡുകൾ പോലും സ്ഥാപിച്ചിട്ടില്ല. പോലീസിനെയോ മറ്റ് സംവിധാനങ്ങളോ കരാർ കമ്പനിയുടെ ജീവനക്കാരെയോ ഒന്നും നിർത്താത്ത അപകടകരമായ ഒരു യാത്രയ്ക്ക് വാഹനയാത്രക്കാർക്ക് എങ്ങനെ വേണമെങ്കിലും പൊക്കോളൂ എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് ശരി, അത്തരത്തിൽ വലിയ ആഴമുള്ള കുഴികളുണ്ട്. എന്നാൽ അവിടെ ഒരു ബോർഡ് പോലും വച്ചിട്ടില്ല എന്നുള്ളതാണ്. അപായ സൂചന നൽകുന്ന ബോർഡ് പോലും വച്ചിട്ടില്ല. ഒരു ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അവിടെ അപകടം ഉണ്ടായിട്ടുണ്ട്. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് അവിടെ തന്നെ നിന്നുകൊണ്ട് ഞങ്ങളുടെ പ്രതിനിധി തത്സമയ വിവരങ്ങൾ നൽകിയത്. ഇനി നമ്മൾ പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ്. ഹരികൃഷ്ണനുണ്ട്. ഹരികൃഷ്ണൻ ഉള്ളത് ഇപ്പോൾ ആയുർവേദ കോളേജ് മാഞ്ഞാലിക്കുളം റോഡിലാണ്. തിരുവനന്തപുരം നമുക്കറിയാം, സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി നഗരസഭയുടെ ഒരു പദ്ധതി അവിടെ നടക്കുന്നുണ്ട്. അത് സ്മാർട്ട് റോഡ് എന്ന രീതിയിൽ റോഡുകളൊക്കെ സ്മാർട്ട് ആകുന്നു. എനിക്ക് തോന്നുന്നു നഗരത്തിലെ 80ഓളം റോഡുകൾ അത്തരത്തിലേക്ക് സ്മാർട്ട് ആക്കുന്നത് തുടങ്ങിയിട്ട് കാലം കുറയായി. ഇപ്പോൾ നിലവിൽ ആരാണ് സ്മാർട്ട് ആയിട്ടുള്ളത് എന്നതാണ്. എന്താണ് അവസ്ഥ തലസ്ഥാനത്തെ? അനുജ പറഞ്ഞത് ശരിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നഗരത്തിലെ റോഡുകൾ സ്മാർട്ടാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ റോഡുകളെല്ലാം കുത്തിപ്പൊളിച്ചത്. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ഈ നഗരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായ ആയുർവേദ കോളേജ് റോഡിന്റെ മുമ്പിലാണ്. ഈ ആയുർവേദ കോളേജിന്റെ അവിടെ നിന്നും മാഞ്ഞാലിക്കുളം റോഡിലേക്ക് പോകുന്ന ഒരു കണക്ടിംഗ് റോഡ്, ഏറ്റവും തലസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണക്ടിംഗ് റോഡാണ്. ആ റോഡിന്റെ അവസ്ഥയാണ് ഒരു വർഷം ഇപ്പൊ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഏതാണ്ട് വർഷങ്ങളായിട്ട് ഇത് ഇങ്ങനെ കിടക്കുകയാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ഈ ധാരാളം വ്യാപാര സ്ഥാപനങ്ങൾ അതേപോലെ തന്നെ മറ്റ് സ്ഥാപനങ്ങളൊക്കെ നിലനിൽക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ SFIയുടെ സംസ്ഥാന കാര്യാലയം ഈ വഴിയിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സംസ്ഥാനത്തെ ഏറ്റവും ഭരണത്തിൽ ഇരിക്കുന്ന ഒരു പാർട്ടിയുടെ യുവജന സംഘടനയുടെ ഒരു കാര്യാലയം പോലും ഇവിടെ ഉണ്ട്. ഇത് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും. ഈ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായിട്ടുള്ള പണിസാമഗ്രികളൊക്കെ ഇവിടെ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുകയാണ്. ഈ സ്കൂൾ കുട്ടികളൊക്കെ ഏറ്റവും കൂടുതൽ പോകുന്ന ഒരു വഴി കൂടിയാണ്, അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു വഴി കൂടിയാണ്. ഈ ആയുർവേദ കോളേജിന്റെ ഭാഗത്തു നിന്നും ഈ മാഞ്ഞാലിക്കുളം റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ തമ്പാനൂർ പോസ്റ്റ് ഓഫീസിൽ ആ റെയിൽവേ സ്റ്റേഷന്റെ അവിടേക്ക് എത്തിച്ചേരാൻ കഴിയും. അതിനു വേണ്ടിയിട്ട് ഈ കുരുക്കൊഴിവാക്കാൻ, അത് നഗരത്തിലെ തിരക്കൊഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനമായും ഉപയോഗിക്കുന്ന ഒരു റോഡാണിത്. അവിടെയാണ് ഇത്തരത്തിൽ പൊളിച്ചിട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇത് സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി ഇത്തരത്തിൽ പൊളിച്ചിട്ടിരിക്കുകയാണെന്നുള്ളതാണ്. ഇവിടെയും ഈ പറഞ്ഞതുപോലെ തന്നെ തലസ്ഥാനത്തെ മറ്റ് നഗരത്തിലെ റോഡുകളെ പോലെ തന്നെ ഇവിടെയും ഒരു സൂചനാ ബോർഡുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്ന് തന്നെ വേണം. പലതവണ നമ്മൾ തന്നെ ഇത് വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. ഇത്തരത്തിൽ ഈ തലസ്ഥാന നഗരത്തിലെ പല റോഡുകൾ പ്രധാനപ്പെട്ടതായിട്ട് ഈ വഞ്ചിയൂർ അതേപോലെ തന്നെ കിള്ളിപ്പാലം അട്ടക്കുളങ്ങര റോഡൊക്കെ ഇന്ന് തീരും നാളെ തീരും പണി തീരും എന്ന് പ്രതീക്ഷയിലായിരുന്നു തലസ്ഥാനവാസികൾ. പക്ഷേ ഇപ്പോഴും ആ റോഡുകൾക്കൊന്നും ഒരു പണി പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ആദ്യം പറഞ്ഞത് ഈ മാർച്ചിൽ പണി പൂർത്തിയാകും എന്നുള്ളതാണ്. പിന്നീട് അത് ജൂണിലേക്ക് മാറ്റി. ഇപ്പോൾ ജൂലൈ ആയിരിക്കുന്നു, എന്നിട്ടും പണി പൂർത്തിയായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വിഷമകരമായ കാര്യം. ഇന്നിപ്പോൾ ഇവിടെ നമ്മൾ വന്നപ്പോൾ ഇവിടെ പണിയൊന്നും നടക്കുന്നില്ല. പക്ഷേ ഈ പണി സാമഗ്രികളൊക്കെ ഈ ഇവിടെയൊക്കെ കൂട്ടിയിട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് തലസ്ഥാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടമാണ്. അവിടേക്കാണ് ഇത്തരത്തിൽ ഇവിടെ ഇങ്ങനെ റോഡ് വാഹനങ്ങളൊക്കെ പോകേണ്ട ഒരു വഴി കൂടിയാണ്. ഇവിടെ വാഹനങ്ങൾ പോകാതെ വരുന്ന സമയത്ത് മെയിൻ റോഡിൽ ഇത്തരത്തിൽ ഗതാഗത കുരുക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് മാത്രമല്ല ഈ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഇവിടെ കുഴികളാകും എന്നുള്ളതാണ്. ഇതൊക്കെ കടന്നു വേണം ഈ കുട്ടികൾ ഉൾപ്പെടെ സ്കൂളിൽ പോകുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഇതുവഴി നടന്നു പോകാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഈ ചാടിക്കടന്ന് പോകേണ്ട ഒരു അതായത് ഈ മഴ പെയ്യുന്ന സമയത്ത് അവിടെ ഈ പറഞ്ഞ കുഴികളിലെല്ലാം വെള്ളം നിറഞ്ഞു കിടക്കും. കൂടാതെ കോളേജിനും സ്കൂളിനും ഒക്കെ മുൻപിലുള്ള റോഡൊക്കെ കുത്തിപ്പൊളിച്ച് കിടക്കുന്ന അവസ്ഥ. ഇതൊക്കെയല്ലേ തലസ്ഥാനത്തെ ഇപ്പോൾ സ്മാർട്ട് ആക്കിക്കൊണ്ട് ഇരിക്കുന്നത്? നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ചകളും അത് തന്നെയല്ലേ ഹരികൃഷ്ണൻ?
തീർച്ചയായും ഒരു അങ്ങനെ തന്നെ നടക്കരുത്. അതായത് ഈ തരത്തിൽ പറയുന്നത് പോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഈവൻ CPM-ന്റെ ജില്ലാ കമ്മിറ്റിയിൽ പോലും ഇത്തരത്തിൽ രൂക്ഷ വിമർശനമൊക്കെ ഉണ്ടായതാണ്. നമുക്കറിയാം ഈ നഗരസഭയുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളൊക്കെ ഏറ്റവും രൂക്ഷമായ വിമർശനങ്ങൾ, പരിഹാസങ്ങളൊക്കെ ഏറ്റുവാങ്ങേണ്ടി വന്നതുകൂടിയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഈ റോഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മഴക്കാലപൂർവ്വ ശുചീകരണം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ പരിഹാസങ്ങൾ. അതിനോടൊപ്പം തന്നെ ഏറ്റുവാങ്ങേണ്ടി വന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അത് നഗരസഭയെ പ്രതിക്കൂട്ടിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിൽ ഒന്ന് എന്ന് പറയുന്നത് ഈ തലസ്ഥാനവാസികളുടെ ഈ റോഡുമായി ബന്ധപ്പെട്ട ദുരിതമാണ് എന്ന് പറയേണ്ടി വരും. ഇവിടെ കുറെ വ്യവസായികളൊക്കെ ഉണ്ടായിരുന്നു, അവരൊക്കെ കട പൂട്ടേണ്ടി വന്ന അവസ്ഥ വരെ വന്നു. അതായത് ഈ റോഡിൽ നിന്നും അടിക്കുന്ന പൊടി, മറ്റു കാര്യങ്ങളൊക്കെ കൊണ്ട് അവർക്ക് അടച്ചുപൂട്ടി പോകേണ്ട അവസ്ഥ വരുന്നു. ഇങ്ങോട്ടൊന്നും ആളുകൾ എത്തുന്നില്ല, സാധനങ്ങൾ വാങ്ങിക്കാനും മറ്റും എത്തുന്നില്ല എന്നുള്ള പരാതികളൊക്കെ നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ട്. നമ്മൾ തന്നെ പലതവണ ഇത് വാർത്ത ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഇത് എപ്പോഴാണ് ഇതിനൊരു പരിഹാരം എന്നുള്ളതിൽ യാതൊരു മറുപടിയും നൽകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ആരാണ് ഇതിന് ഉത്തരവാദി എന്ന് പോലും അറിയില്ല. നമുക്ക് നേരത്തെ അറിയാം ഈ റോഡുകൾ സംബന്ധിച്ച് ഈ റോഡുകളുടെ പരിപാലനവുമായി ബന്ധപ്പെട്ടൊക്കെ ബോർഡുകളൊക്കെ സ്ഥാപിക്കേണ്ടതാണ്. പക്ഷെ അത്തരം കാര്യങ്ങളൊന്നും തന്നെ ഇവിടെ ഇല്ല. ഇത് ആരാണ് ഇതിന്റെ കരാർ ഏറ്റെടുത്തിരിക്കുന്നത്, എങ്ങനെയാണെന്നുള്ളതൊന്നും പൊതുജനങ്ങൾക്ക് അറിയണം. ആ തരത്തിലൊക്കെ മന്ത്രി തന്നെയും പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും ഇവിടെ തന്നെ ഇല്ല. ഈ വളരെ നമുക്കിപ്പോൾ ദൃശ്യങ്ങളിലൊക്കെ കാണാൻ കഴിയും, അങ്ങേയറ്റം പരിതാപകരമായ ഒരു അവസ്ഥയിലാണ് ഈ റോഡുകൾ കിടക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ നിരവധി വ്യാപാര സ്ഥാപനങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇതുവഴി നിരവധി ആളുകൾ കടന്നു പോകുന്നത്. അതിനപ്പുറത്തേക്ക് ഇവിടെ ഒരുപാട് റെസിഡൻസ് ഏരിയ കൂടിയാണ്, അത് ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ്. ഇവർ ഗേറ്റ് അതൊന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത്, ഈ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് നേരെ കുഴിയിലേക്ക് കാലുവെക്കേണ്ട ഒരു സ്ഥിതി കൂടിയാണ്. ആ തരത്തിൽ പരിതാപകരമായ ഒരു റോഡിന്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. ഈ ആയുർവേദ കോളേജ് റോഡിൽ നിന്നും മാഞ്ഞാലിക്കുളത്തേക്ക് പോകുന്ന, അതായത് ഏറ്റവും തലസ്ഥാന നഗരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡിൽ നിന്നുള്ള ഒരു കണക്റ്റിംഗ് റോഡിന്റെ അവസ്ഥയാണ് ഇതെന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് ഹൃദയഭാഗത്ത് തന്നെയുള്ള ഒരു റോഡിന്റെ അവസ്ഥയാണ് ഇതിപ്പോൾ. സ്മാർട്ട് റോഡുകളാക്കി മാറ്റുകയാണ് 80ഓളം റോഡുകൾ. നല്ല കാര്യം തന്നെയാണ്. പക്ഷെ എത്രയോ മാസങ്ങളായി തലസ്ഥാനത്തുള്ളവർ അനുഭവിക്കുന്ന ഒരു ദുരിതമാണ്. ഹരികൃഷ്ണൻ, ഇപ്പോൾ ഈ ചാല മാർക്കറ്റ് കഴിഞ്ഞ ദിവസമൊക്കെ വെള്ളത്തിൽ മുങ്ങുന്നത് നമ്മൾ കണ്ടു. ഇത്തരത്തിൽ ഏറ്റവും വലിയൊരു മാർക്കറ്റിന് പോലും ഉണ്ടാകുന്ന ദുരവസ്ഥ, ഇതൊക്കെ എങ്ങനെയാണ് അധികൃതർ ഈ വിഷയത്തിലേക്കൊക്കെ എന്തെങ്കിലും തരത്തിൽ നോക്കുന്നുണ്ടോ? ഈ വിഷയം എന്താണ് ഇത് എന്ന്, അത് പരിഹരിക്കാൻ എന്താണ് മാർഗം, അല്ലെങ്കിൽ ഇതെന്താണ് കാരണം? ഇതിലേക്കൊക്കെ അധികൃതരുടെ ശ്രദ്ധ പോയിട്ടുണ്ടോ ഹരികൃഷ്ണൻ? അനുസരിച്ച് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പറയുന്നത് പോലെ ഇതിന്റെ കരാർ ഏറ്റെടുത്ത കമ്പനിയിലാണ് ഇവർ ഇതിൽ പഴിചേർന്നത് എന്നുള്ളതാണ്. അവർ ഈ കഴിഞ്ഞ 2019 മുതലാണ് ഇവിടെ ഈ തലസ്ഥാനത്തെ പ്രധാനപ്പെട്ട റോഡുകളൊക്കെ പണി ആരംഭിച്ചത്. അതിനുശേഷം അതൊരു വിദേശ കമ്പനിയായിരുന്നു. അതിന് പിന്നീട് അത് മാറ്റി ഒരു സ്വദേശി കമ്പനി അത് പണി ഏറ്റെടുക്കുന്നു. അവരുടെ ഒച്ചിഴിയുന്ന വേഗത്തിൽ ഈ പണി നടന്നുകൊണ്ടിരുന്നതാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം എന്നുള്ളതാണ് ഈ അധികൃതർ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിശദീകരണം. പക്ഷെ അതുപോലും പ്രധാനപ്പെട്ട ഒരു പരിഹാരമാർഗമല്ല എന്നുള്ളതാണ്. കാരണം അത്രയധികം ജനങ്ങൾ ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയാണ് ഈ റോഡിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. ഇവിടെ മാത്രവുമല്ല, ഈ വഞ്ചിയൂർ ഭാഗത്തേക്കും ഈ പറയുന്ന പോലെ അനുജ സൂചിപ്പിച്ചതുപോലെ ഈ ചാല മാർക്കറ്റിനകത്തേക്കും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്നുള്ളതാണ്. വെള്ളത്തിൽ മുങ്ങുന്ന ഒരു അവസ്ഥയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഇങ്ങനെയാണ്. ഇത് മാത്രവുമല്ല, സംസ്ഥാനത്തിന് തന്നെ ഭരണസിരാ കേന്ദ്രമായ തലസ്ഥാനം, മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ ഉൾപ്പെടെ എപ്പോഴും യാത്ര ചെയ്യുന്ന സ്ഥലം, നിരവധി പദ്ധതികൾ നടപ്പിലാക്കുന്ന സ്ഥലം, റോഡുമായി ബന്ധപ്പെട്ട് KSRTC-യുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ എല്ലാ തരത്തിലുമുള്ള ഒരു ഭരണസിരാ കേന്ദ്രത്തിലാണ് ഇത്തരത്തിൽ മുഖ്യമന്ത്രിമാരും മന്ത്രിയൊക്കെ എന്നും കടന്നു പോകുന്ന തലസ്ഥാനത്തെ റോഡുകൾക്കാണ് ഈ അവസ്ഥ എന്നുള്ളതാണ് ഏറ്റവും പരിതാപകരമായ കാര്യം. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്കറിയാം, ഈ SFI സ്റ്റേറ്റ് കമ്മിറ്റി ഓഫീസ് അത് ഇവിടെ തൊട്ടടുത്താണ്. അവിടേക്കൊക്കെ പോകാനുള്ള റോഡ് കൂടിയാണ് ഇതെന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. അവിടെയൊക്കെയും അങ്ങോട്ടൊക്കെ പണി നടക്കുന്ന സ്ഥലമാണ്. അവിടെയൊക്കെ ആളുകൾ നടന്നു പോകുന്നുണ്ട്. അവരൊക്കെ ഈ കുഴി ചാടി വേണം അങ്ങോട്ട് പോകാനുള്ളതെന്നാണ്. ചില ആളുകളൊക്കെ ദയനീയമായി നോക്കി നിൽക്കുകയാണ്. ചില ആളുകളോടൊക്കെ നമ്മൾ പ്രതികരണം പോലും ചോദിക്കുമ്പോൾ അവർ എന്ത് പറയാനാണെന്നുള്ള മട്ടിലാണ് തിരിച്ച് നമ്മളോട് പറയുന്നത്. കാരണം അത്രയധികം ഗതികെട്ട ഒരു അവസ്ഥയിലാണ് തലസ്ഥാനവാസികൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് തലസ്ഥാനത്ത് നിന്നുള്ള കാഴ്ച. ഇപ്പോൾ നമ്മൾ തൃശ്ശൂരിലേക്ക് കൂടി പോവുകയാണ്. അവിടെ ഞങ്ങളുടെ പ്രതിനിധി സൂരജ് സജിയാണ് തത്സമയമായി ഉള്ളത്. സൂരജ് സജി ഉള്ളത് ഇതിനോടകം തന്നെ വാർത്തയിൽ നിറഞ്ഞു കഴിഞ്ഞിട്ടുള്ള, അത് പലതവണ നിറഞ്ഞ് വന്ന കേച്ചേരി കുന്നംകുളം റോഡിലാണ്. കേച്ചേരി കുന്നംകുളം റോഡ് ഏറ്റവും ഒടുവിലായി വാർത്തകളിൽ നിറഞ്ഞത് മുഖ്യമന്ത്രി ഈ റൂട്ട് വഴി പോകാൻ കഴിയാതെ മറ്റൊരു റൂട്ടിൽ മാറിപ്പോയി എന്നുള്ളതാണ്. അദ്ദേഹം കോഴിക്കോട്ട് നിന്ന് തൃശ്ശൂർ രാമനിലയത്തിലേക്കുള്ള യാത്രയിലായിരുന്നു. എന്നാൽ വലിയ കുഴികൾ ഉള്ളതുകൊണ്ട് അദ്ദേഹം ആ റൂട്ട് മാറി മറ്റൊരു റൂട്ട് വഴി കുന്നംകുളം വടക്കാഞ്ചേരി റൂട്ട് പിടിച്ച് ബൈപ്പാസ് വഴി ഏതാണ്ട് 10-16 കിലോമീറ്റർ അധികം എടുത്ത് അങ്ങനെ മറ്റൊരു റൂട്ടിലൂടെ അദ്ദേഹം യാത്ര ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി ഇതിനെ വാർത്തയിലേക്ക് ശ്രദ്ധാകേന്ദ്രമാക്കി കൊണ്ടുവന്നത്. സൂരജ് സജിയാണ് അവിടെ നിന്ന് വിവരങ്ങളുമായുള്ളത്. സൂരജ്, ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ കേച്ചേരി കുന്നംകുളം റോഡിൻ്റെ അവസ്ഥയും
ഇതുപോലെ തന്നെ കാലങ്ങളായി തുടരുകയാണ്. അവിടെയാണ് മുഖ്യമന്ത്രി റൂട്ട് മാറിപ്പോയത്. ഇപ്പൊ നമുക്ക് തത്സമയം കാണാൻ കഴിയുന്ന എന്താണ്? അവിടെ എന്തോ ഒരു ചെറിയ അപകടം നടന്നിട്ടുണ്ടെന്ന് തോന്നുന്നു, അല്ലേ? അനുജ, തീർച്ചയായും ഈ റോഡിൽ എത്രമാത്രം ദുരിതമാണ് എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. അതായത് ദീർഘദൂര ബസ്സാണ്, അത് ഗുരുവായൂരിൽ നിന്ന് തൃശ്ശൂരിലേക്ക് പോകുന്ന ബസ്സാണ്. ആ ബസ് ഈ കുണ്ടും കുഴിയും ചാടി തൃശ്ശൂരിലേക്ക് എത്തണം. അപ്പോൾ ഈ സമയം ക്രമീകരിക്കുന്നതിന് വേണ്ടി ഈ കുണ്ടും കുഴിയൊക്കെ ചാടി വരുന്ന സമയത്ത് കുഴി ഒഴിവാക്കി ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചതാണ്. മറുവശത്ത് ഒരു കാറുണ്ട്, അതും കുഴി മാറ്റി ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് രണ്ട് ബസ്സും കാറും കൂടി കൂട്ടിയിടിച്ച് കിടക്കുന്നതാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. ബസ്സിന്റെ ബാക്ക് ചക്രത്തിൽ ഈ കാറിന്റെ മുൻചക്രം ഇടിച്ച് അങ്ങനെ ലോക്കാവുകയായിരുന്നു. എന്തായാലും ഈ റോഡിൽ കാണാം നീണ്ട നിര, ക്യൂ ആയിട്ട് അങ്ങനെ വാഹനങ്ങളുടെ നീണ്ട നിരയാണ് അനുഭവപ്പെടുന്നത്. ഇത് തന്നെയാണ് തൃശ്ശൂരിലെ പ്രധാനപ്പെട്ട അവസ്ഥ. അതായത് തൃശ്ശൂർ പൂങ്കുന്നത്ത് നിന്ന് കുന്നംകുളത്തേക്കുള്ള റോഡാണ്. ആ റോഡിന്റെ അവസ്ഥയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, അതായത് വലിയ പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിലാണ് ഈ റോഡിലെ കുഴിയിലെല്ലാം കൊണ്ടുവന്നിട്ട് ഈ കോറി വേസ്റ്റ് കൊണ്ടുവന്നിട്ട് ഈ കുഴി അടച്ചത്. പക്ഷേ ഒറ്റ മഴ പെയ്തതേ ഉള്ളൂ, ഒരാഴ്ച പോലും ആയിട്ടില്ല. ആ കോറി വേസ്റ്റ് എല്ലാം പോയി വീണ്ടും ആ കുഴി തെളിഞ്ഞു വന്നു. അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരാഴ്ചക്ക് മുമ്പാണ് ഈ തൃശ്ശൂരിലേക്ക് എത്തിയ മുഖ്യമന്ത്രിക്ക് കുന്നംകുളത്ത് നിന്ന് വഴി തിരിഞ്ഞ് കിലോമീറ്ററുകൾ സഞ്ചരിച്ചുകൊണ്ട് പോകേണ്ട ഒരു അവസ്ഥയുണ്ടായത്. അത്തരത്തിൽ പോലും ഒരു ദയനീയമായ അവസ്ഥ സംസ്ഥാന മുഖ്യമന്ത്രിക്ക് തന്നെ ഉണ്ടാക്കിക്കൊടുത്ത റോഡാണ്. റീബിൽഡ് കേരള പദ്ധതിയുടെ ഭാഗമായിക്കൊണ്ടായിരുന്നു ഈ റോഡിന്റെ നിർമ്മാണ പ്രവർത്തികൾ ആരംഭിച്ചത്. പക്ഷേ ഈ നിർമ്മാണ പ്രവർത്തികൾ തെല്ലും മുന്നോട്ട് പോയില്ല. ആ കരാറുകാരനെ സർക്കാർ തന്നെ ഒടുവിൽ മാറ്റി. പക്ഷേ ഈ കരാറുകാരനെ മാറ്റി പുതിയ കരാറുകാരനെ നിയമിച്ചെങ്കിൽ പോലും അതിന്റെ നടപടിക്രമങ്ങളായി വരുന്നതേ ഉള്ളൂ. പക്ഷേ ഈ റോഡിലെ കുഴി ശക്തമായതോടുകൂടിയാണ് ഈ വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോയത്. ചേട്ടാ, ഈ റോഡ് എങ്ങനെ? അടിപൊളിയാ, സൂപ്പർ. മുഖ്യമന്ത്രിയൊക്കെ വഴിമാറിപ്പോയ റോഡാ. എല്ലാവരും പോയി പണിയൊക്കെ പറയും. ഒരു രക്ഷയില്ലല്ലോ റോട്ടിൽ കൂടി പോവാൻ. സൂപ്പറാണ്. മുഖ്യമന്ത്രി പിണറായി വിജയേട്ടനല്ലേ, നൈസല്ല ആള്. പോയി പണിയൊക്കെ പറയും. ഇത് തന്നെയാണ് വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. ജനങ്ങള് വലിയ രീതിയിൽ പ്രതികരിക്കുന്നുണ്ട് സർക്കാരിനെതിരെ എല്ലാം. കണ്ടോ, വലിയ പ്രതിഷേധം ഉയർത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഇവരെല്ലാവരും പറയുന്നത് അവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള യാത്ര വൈകുന്നേരമൊക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് യാത്ര ചെയ്യാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. ചേട്ടാ, എന്താ അവസ്ഥ ഇവിടത്തേക്ക്? വളരെ ബ്ലോക്കാ. നമ്മുടെ കടയുടെ ഫ്രണ്ടിന്റെ അവിടെയൊക്കെ വെള്ളം നിൽക്കുക. വണ്ടികളൊക്കെ ബസ്സുകാരൊക്കെ പതന കയറിയിട്ടാ പോണത്. കടയിൽ കണ്ടതുപോലെ സ്ഥിര അപകടങ്ങളൊക്കെ എന്നുള്ളതാ എല്ലാ ദിവസവും ഇത് ഇവിടെ എല്ലാം മെയിനായിട്ട് 4 മണി സമയത്തും അതുപോലെ കാലത്ത് ഒരു 10 മണി നേരത്തും എന്നും ബ്ലോക്കിന് അഭിഷേകമാണ് ഇവിടെ കാണിക്കുന്നത്. മണിക്കൂർ കണക്കിന് ബ്ലോക്കായിട്ട് എടുക്കും. പരമാവധി വണ്ടികൾ കേശ്ശേരി കൂടിയിട്ട് കട്ട് ചെയ്തിട്ടാണ് പോകുന്നത്. എന്നിട്ടും പോയിട്ട് ഓരോ കുഴിയില് എത്ര വണ്ടികൾ എത്ര കുഴിയിൽ വീണു. ബസ്സുകാർ ഫുള്ള് അതന്നെ പോണു. പമ്പോട് കയറി പോണു. റോങ് സൈഡ് കയറി പോണ്. അവരോട് പറഞ്ഞ പോലെ അവർക്ക് ടൈമില്ല, കാര്യമില്ല. ആർക്കും ആരോടും ഉത്തരവാദിത്തമില്ല. ഒരാഴ്ച മുന്നല്ലേ ഇവിടെ മണ്ണിട്ട് നികത്തിന്നാണ് മുഖ്യമന്ത്രി. അപ്പൊ വീണ്ടും ആക്സിഡന്റ് കൂടുക ചെയ്തത്. കാരണം മണ്ണ് വെയിലുദിച്ചപ്പോ മണ്ണ് പൊന്തി വന്നു. പൊടികളാണ് ഇവിടെ കടകളിൽ ഒന്നും നിൽക്കാൻ പറ്റില്ല. നിയമസഭയിലെ ചോദ്യം വന്ന സമയത്ത് പറഞ്ഞത് അടിയന്തരമായിട്ട് ഇവിടെ മണ്ണിട്ട് നികത്താനുള്ള അനുമതി ചെയ്തിട്ടുണ്ട്. മണ്ണിട്ട് നികത്തിയിരുന്നു. ആ നികത്തി പിറ്റേ ദിവസം മഴ പെയ്ത് വെയിലുദിച്ചു. ആ മണ്ണ് കംപ്ലീറ്റ് മേലേക്ക് പൊന്തി. ഈ മണ്ണിൽ സിമെന്റ് അല്ലെങ്കിൽ കോൺക്രീറ്റ് ഒന്നും ചേർത്ത് വലിയ കുഴികളിലേക്ക് ഈ മണ്ണ് കൊടുത്തിട്ട് കഴിഞ്ഞാൽ അന്ന് നിൽക്കും. അന്ന് രാത്രി മഴ പെയ്ത് കഴിഞ്ഞാൽ വീണ്ടും മഴ പോലെ കുഴികളാവും. ആ കാണാം, ആ ലോറി പോകുന്നതിന്റെ അപ്പുറത്തൊരു കുഴിയുണ്ട്. അതേപോലുള്ള വലിയ വലിയ കുഴികളായിരുന്നു. അവിടെ കൊണ്ടുവന്നാണ് ഈ കോറി വേസ്റ്റ് അടിച്ചത്. കോറി വേസ്റ്റ് അടിച്ചതോടുകൂടി ഈ മഴ പെയ്തതോടുകൂടി തന്നെ ഈ കോറി വേസ്റ്റ് എല്ലാം അവിടെ നിന്ന് ഇളകിപ്പോയി. വീണ്ടും ആ കുഴി തെളിഞ്ഞു. ഈ കുണ്ടും കുഴിയും ഒക്കെ ചാടി വേണം പോകാൻ. അതായത് ഇനി നമുക്ക് സംസ്ഥാന മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിക്കാനുള്ളത്, ദയവ് ചെയ്ത് അങ്ങ് ഇതിലെ പോകാം എന്ന് പ്ലാൻ ചെയ്യരുത്. എന്തായാലും അന്നത്തെ പോലെ റൂട്ട് മാറ്റേണ്ടി വരും. അവസാന നിമിഷം റൂട്ട് മാറ്റുന്നതിൽ നല്ലത് ഈ ആദ്യമേ തന്നെ ഈ റൂട്ടൊക്കെ മാറ്റി നിശ്ചയിച്ച് പോകുന്നതായിരിക്കും എന്നുള്ളതാണ് ഈ പൊതുജനങ്ങൾ എന്ന നിലയിൽ, ഒരു പൊതുജനം എന്ന നിലയിൽ സംസ്ഥാന മുഖ്യമന്ത്രിയോടും പൊതുമരാമത്ത് മന്ത്രിയോടൊക്കെ അഭ്യർത്ഥിക്കാനുള്ള. അത്രമാത്രം പ്രതിഷേധം, അത്രമാത്രം ദയനീയ അവസ്ഥ ഈ നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്നു. സൂരജ്, ഇപ്പോൾ ഈ തരത്തിലേക്ക് ഒരു പ്രഹസനം കാണിച്ചു എന്ന് പറഞ്ഞല്ലോ. അതായത് മുഖ്യമന്ത്രി വന്നതിന് ശേഷമല്ലേ അതുപോലും ഉണ്ടായത്? ഈ ക്വാറി വേസ്റ്റ് കൊണ്ട്, അതായത് ചെളി കൊണ്ട് അങ്ങോട്ടേക്കിട്ട് അടയ്ക്കുന്നു, കുഴികൾ അടയ്ക്കുന്നു. എന്നിട്ട് അതിന് മുകളിലൂടെ വേണമെങ്കിൽ ഒരു റോഡ് റോളർ ഓടിച്ചിട്ടുണ്ടാകണം. അപ്പോൾ അതിന് പോലും ഒരു നടപടി ആയത് മുഖ്യമന്ത്രി റൂട്ട് മാറിപ്പോയതിന് ശേഷമല്ലേ? അതുവരെ തിരിഞ്ഞു നോക്കാതെ കിടന്ന സ്ഥലമാണെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അനുജ, അങ്ങനെ തന്നെയാണ്. അതായത് ഈ മുഖ്യമന്ത്രി വരുന്നതിന് മുൻപ് തന്നെ അതിനുള്ള തുകയൊക്കെ അനുവദിച്ചു. പക്ഷെ അതിന്റെ ഒരു നിർമ്മാണ പ്രവർത്തികൾ പോലെ, അതായത് താൽക്കാലികമായി കുഴിയടക്കാനുള്ള ഒരു പ്രവൃത്തിയും മുന്നോട്ട് പോയില്ല. തുക അനുവദിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ മുഖ്യമന്ത്രിക്ക് റൂട്ട് മാറി പോകേണ്ടി വന്ന ഒരു അവസ്ഥ ഉണ്ടായതോടുകൂടി യുദ്ധകാല അടിസ്ഥാനത്തിൽ ഇടപെടൽ വരുന്നു. പിറ്റേ ദിവസം പെരുമഴയാണ്. നമ്മുടെ കയ്യിൽ അതിന്റെ ദൃശ്യങ്ങൾ ഉണ്ടാവും, അതിന്റെ ഫയൽ ദൃശ്യങ്ങൾ ഉണ്ടാവും.
പെരുമഴയത്താണ് ഈ കോറി വേസ്റ്റ് കൊണ്ടുവന്ന് ഈ റോഡിൽ ഈ കുഴിയിലൊക്കെ കൊണ്ടുവന്നിട്ട് ഈ കോറി വേസ്റ്റ് തട്ടിയിട്ട് ആ റോളർ ഉപയോഗിച്ച് അതിന്റെ മുകളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കുന്നു. അങ്ങനെ കുഴി അടച്ചു, പ്രശ്നത്തിന് പരിഹാരം കണ്ടു. നിയമസഭയിൽ ചോദ്യമെത്തുന്ന സമയത്ത് പൊതുമരാമത്ത് മന്ത്രി അടക്കം പറയുന്നത് വലിയ രീതിയിൽ പറയുന്നത് തങ്ങൾ അടിയന്തരമായി പ്രശ്നപരിഹാരത്തിന് തുക അനുവദിച്ചു, നിർമ്മാണ പ്രവർത്തനങ്ങൾ യുദ്ധകാല അടിസ്ഥാനത്തിൽ നീങ്ങുന്നു. അങ്ങനെയൊക്കെ പൊതുമരാമത്ത് മന്ത്രി പറഞ്ഞ റോഡാണ് കാണുക, കണ്ടു നോക്കുക. ഇവിടുത്തെ ആളുകളുടെ ദുരവസ്ഥയാണ് കാണുന്നത്. പൊതുമരാമത്ത് മന്ത്രി അടക്കം ലക്ഷങ്ങൾ ചിലവഴിച്ച മഴക്കാലത്തിന്റെ ഭാഗമായി താൽക്കാലികമായി കുഴിയടച്ച റോഡാണ്. ലക്ഷങ്ങൾ മുടക്കി താൽക്കാലികമായി അടച്ച റോഡിലെ കുഴികളാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളുടെ നികുതിപ്പണമാണ് ഇങ്ങനെ മണ്ണിട്ടടച്ച് അല്ലെങ്കിൽ ആ മണ്ണിലൂടെ ഒലിച്ചു പോയതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ തൃശ്ശൂരിൽ നിന്ന് പൂങ്കുന്നത്ത് നിന്ന് കുന്നംകുളം വരെ എത്തണമെങ്കിൽ മണിക്കൂറുകൾ നീളുന്ന ഗതാഗത കുരുക്കാണ്. മണിക്കൂറുകൾ യാത്ര ചെയ്യണം. എത്ര ബസ്സുകളാണെന്ന് അറിയാവൂ. വാഹനങ്ങളുടെ എല്ലാം ആക്സിലോഡ് ചെയ്യുന്ന സംഭവങ്ങളുണ്ട്. ഒരു രക്ഷയുമില്ല എന്നുള്ളതാണ് ഈ പ്രദേശവാസികൾ അടക്കമുള്ളവർ, പ്രത്യേകിച്ച് യാത്രക്കാർ. കാറിലൊക്കെ ഇരുന്ന് പോകുന്ന ആളുകൾ നമ്മളോട് പറയുന്നുണ്ട്. പക്ഷേ തലയിൽ കൈവച്ച് പോകുന്ന ആളുകളെയൊക്കെയാണ് ദൃശ്യത്തിൽ എത്ര കാലമായി സൂരജ് ഈ ദുരവസ്ഥ തുടങ്ങിയിട്ട്? ഈ നാട്ടുകാർ അല്ലെങ്കിൽ ഇതുവഴി പോകുന്ന ആളുകൾ, കോഴിക്കോട് തൃശ്ശൂർ റൂട്ടാണിത്. അപ്പോൾ ഇതുവഴി പോകുന്ന ആളുകൾ, എനിക്ക് തോന്നുന്നു ഗുരുവായൂരൊക്കെ പോകുന്ന റോഡാണിത്. ഇത് എത്ര കാലമായി ഇത് അനുഭവിക്കുന്നു? തൃശ്ശൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക്, അതുപോലെ തന്നെ തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോട്ടേക്കൊക്കെ പോകുന്ന പാതയാണ്. ചേട്ടാ, ഇതിപ്പോ എത്ര വർഷമായി കാണും ഇങ്ങനെ കിടക്കാൻ തുടങ്ങി? ഇതിപ്പോ ഒരുപാട് വർഷങ്ങളായി. കാരണം വെച്ചെങ്കിൽ ഇപ്പൊ അവിടുന്ന് തുടങ്ങിയ തൃശ്ശൂർ ഭാഗം കഴിഞ്ഞാൽ തന്നെ അറിയാം, ആ മേൽപ്പാലം ഗുരുവായൂർക്ക് എത്തുന്നതിൻ്റെ ഉള്ളിൽ എത്രയോ അവസ്ഥ വളരെ പരിതാപകരം. കാരണം എത്രയോ ആംബുലൻസ് ഈ വഴിക്ക് പോകണ്ടെന്നറിയാം. അവരൊക്കെ പോകുന്നത് വളരെ പ്രയാസം നിറഞ്ഞിട്ടൊരു അവസ്ഥയിലാണ്. ആർക്കും ആരോടൊരു ഉത്തരവാദിത്തമല്ല. പഞ്ചായത്തിലുള്ള ഗവൺമെന്റിലെ ജനങ്ങളോടൊരു ഉത്തരവാദിത്തമല്ലാത്ത നിലയാണ് അവർ ചെയ്യുന്നത്. ദൃശ്യങ്ങളിലേക്ക് പോയാൽ കാണാം, ബസ്സൊക്കെ വരുന്ന കണ്ടോ, കുഴി മറികടന്ന് ഓവർടേക്ക് ചെയ്യാനായിട്ടാണ്. അതായത് ഈ കുഴിയിലൂടെ ഈ വണ്ടികൾ വരുന്ന സമയത്ത് സ്വാഭാവികമായും ബസ്സുകളടക്കം വലിയ സമയക്രമത്തിൽ മാറ്റം വരുന്നു. ആ സമയത്ത് ഇവരെല്ലാവരും ഈ കുഴി മറികടന്ന് അല്ലെങ്കിൽ ഈ കുഴിയുള്ള സ്ഥലത്തൊക്കെ വെച്ച് ഈ ബസ്സുകൾ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ അപകടങ്ങളും ഈ റോഡിൽ പതിവാണ്. ഇപ്പോഴും നമ്മൾ ദൃശ്യത്തിൽ കണ്ടത് അതാണ്. ഒരു ബസ് കരാറുകാരനെ മാറ്റിയത് സൂരജ് പറഞ്ഞല്ലോ. എന്തുകൊണ്ടാണ് കരാറുകാരനെ മാറ്റത്? കരാറുകാരൻ പാതി വഴിക്ക് ഇട്ടിട്ട് പോയി എന്നുള്ളതാണോ അവിടുത്തെ പ്രശ്നം, അതോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണോ? പുതിയ കരാറുകാരൻ വന്നിട്ട് എന്തായി? അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണോ ആ പ്രഹസനം നടന്നത്? അനുജ, അതായത് ഇത് റീബിൽഡ് കേരള പദ്ധതി. അപ്പോൾ തന്നെ നമുക്ക് അതിന്റെ എത്രത്തോളം പഴക്കമുണ്ട് ആ പ്രൊജക്ടിന് എന്നുള്ളത് നമുക്ക് ആ പേരിൽ തന്നെ വ്യക്തമാണ്. അതായത് റീബിൽഡ് കേരള പദ്ധതിയുടെ ഭാഗമായിക്കൊണ്ടാണ് പ്രളയത്തെ തുടർന്നുണ്ടായ പ്രതിസന്ധികൾ മറികടക്കുന്നതിന് വേണ്ടി ആവിഷ്കരിച്ച പദ്ധതിയെ തുടർന്നാണ് ഈ റോഡും പുനർനിർമ്മിക്കാൻ തീരുമാനിച്ചത്. അങ്ങനെ ആരംഭിച്ച പദ്ധതി പക്ഷേ അത് തെല്ലും മുന്നോട്ട് പോയില്ല. കാര്യം ഈ പൂങ്കുന്നത്തൊക്കെ റോഡ് ഉയർത്തി കോൺക്രീറ്റ് ചെയ്യുന്ന പണികളായിരുന്നു. പക്ഷേ ഇതിന്റെ ഒരു വശത്ത് റോഡ് ഉയർത്തി കോൺക്രീറ്റ് ചെയ്തു. പക്ഷേ മറുഭാഗത്ത് ഈ പണി മുന്നോട്ട് പോയില്ല. കരാർ തന്നെ നിലച്ചു. അതായത് ഈ കരാറുകാരൻ കഴിഞ്ഞ വർഷം അവസാനത്തോടു കൂടി തന്നെ ഈ കരാർ ഉപേക്ഷിച്ച് ഈ നിർമ്മാണ പ്രവൃത്തികൾ അവസാനിപ്പിച്ച് പോവുകയായിരുന്നു. ഇതോടുകൂടി സർക്കാർ ഈ കരാറുകാരനെ കരിമ്പട്ടികയിൽപ്പെടുത്തുകയും അടുത്ത കരാറുകാരന് ടെൻഡർ നൽകുകയും ചെയ്തു. അതിന്റെ ടെൻഡർ നടപടികളും പൂർത്തിയായി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അതിനുള്ളിൽ ഈ മഴ വന്നു. പിന്നീട് ഈ നിർമ്മാണ പ്രവൃത്തികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ തെരഞ്ഞെടുപ്പ് വന്നു. അങ്ങനെ അതിന്റെ നടപടിക്രമങ്ങളിലെല്ലാം തന്നെ വലിയ വൈകൽ സ്വാഭാവികമായും സംഭവിച്ചു. പക്ഷേ അപ്പോഴും ഈ റോഡുകളിൽ താൽക്കാലികമായെങ്കിലും കുഴി അടയ്ക്കാമായിരുന്നു. അത് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല എന്നുള്ള ഒരു ഗുരുതരമായ വീഴ്ച. ആ വീഴ്ചയുടെ ദുരിതമാണ് അനുഭവിക്കുന്നത്. അങ്ങനെ മറുവശത്ത് ആ റീബിൽഡ് കേരളയുടെ ടെൻഡർ നിൽക്കുന്നു. അത് നിൽക്കെ തന്നെ ഈ ജനങ്ങളുടെ പ്രതിഷേധം ശക്തമായതോടെയാണ് ഈ താൽക്കാലികമായി കുഴി അടയ്ക്കുന്നതിന് വേണ്ടി പ്രത്യേകം ഫണ്ട് അനുവദിക്കുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന മാർഗത്തിലൂടെ, അതായത് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഈ കോറി വേസ്റ്റ് ഒക്കെ കൊണ്ടുവന്നിട്ട് താൽക്കാലികമായി മുഖ്യമന്ത്രിക്ക് പോകാൻ പോലും കഴിയാത്ത രീതിയിൽ ഈ റോഡ് കുഴി രൂപപ്പെട്ടതോടുകൂടി അങ്ങനെ അടയ്ക്കുന്നത്. പക്ഷേ ആ പണവും വെറുതെ വേസ്റ്റായി പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കാരണം ഒരു കുഴിയും അടഞ്ഞില്ല എന്ന് മാത്രമല്ല, അതിൽ തട്ടിയ മണ്ണൊക്കെ ഒലിച്ചു പോയി. പ്രഹസനം മാത്രമായിരുന്നു എന്നുള്ളതാണ്. വെറും ചെളി കൊണ്ട് കുഴികളിൽ നിറയ്ക്കുന്നു, റോഡ് റോളർ ഓടിക്കുന്നു. പിന്നീട് മഴ പെയ്യുമ്പോൾ ഇതെല്ലാം പുറത്തേക്ക് വരുന്നു, മഴയത്ത് ഒലിച്ചു പോകുന്ന അവസ്ഥ. ഇത് എന്തിനാണ് ഇത്തരത്തിലേക്ക് പ്രഹസനം നടത്തുന്നത് എന്നുള്ളതാണ്. റീബിൽഡ് കേരള പദ്ധതിയിലൊക്കെ ഉൾപ്പെടുത്തിയ റോഡാണ്. ആ റോഡിന്റെ ഗതിയാണ് ഇത് കഴിഞ്ഞ എത്രയോ
മാസങ്ങളായി ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും മഴ പെയ്യുമ്പോൾ അത് കുറെ കൂടി യാത്ര ദുഷ്കരമാകുന്നു. വണ്ടികളൊക്കെ പോകുന്ന കണ്ടാൽ, പ്രത്യേകിച്ച് ടൂ വീലറൊക്കെ അവരുടെ ജീവൻ പണയപ്പെടുത്തിക്കൊണ്ടാണ് ആ റോഡിലൂടെ യാത്ര ചെയ്യുന്നത് എന്നുള്ള ദൃശ്യങ്ങളിൽ നമുക്ക് വ്യക്തമാകും. അല്പസമയം മുൻപ് നമ്മൾ കണ്ടത് ഒരു കാറും ബസ്സും, അത് രണ്ടും കുഴികളിൽ നിന്ന് വെട്ടിക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ രണ്ടും കൂട്ടിയിടിക്കുന്നതാണ് കണ്ടത്. ഈ തരത്തിലേക്കൊക്കെയാണ് നമ്മുടെ റോഡുകളുടെ അവസ്ഥ. അവിടെ മുഖ്യമന്ത്രി റൂട്ട് മാറി പോകുന്നുണ്ട്. പക്ഷേ സാധാരണക്കാരായ ഇപ്പോൾ നമ്മൾ കാണുന്ന ആയിരക്കണക്കിനായ യാത്രക്കാർ എന്ത് ചെയ്യും എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് അവശേഷിക്കുന്നത്. ഞാൻ കാഞ്ഞങ്ങാട്ടേക്ക് കൂടി പോവുകയാണ്. അരുൺ പാറയ്ക്കൽ നമ്മുടെ പ്രതിനിധിയുണ്ട്. അരുൺ, കാഞ്ഞങ്ങാട് കാസർഗോഡ് പാത, അവിടെയാണ് അരുൺ ഉള്ളതെന്ന് ഞാൻ കരുതുന്നു. ഇപ്പോൾ ആ പാതയുടെ അവസ്ഥ കൂടി പറഞ്ഞുകൊണ്ട്. അനുജ, ഞാനിപ്പോൾ നിൽക്കുന്നത് കാസർഗോഡ് കാഞ്ഞങ്ങാട് സംസ്ഥാന പാതയാണ്. സംസ്ഥാന പാതയുടെ ദൃശ്യങ്ങളാണ്. അധികം ദൂരമൊന്നുമില്ല. കാസർഗോഡ് ടൗൺ നഗരത്തിൽ നിന്ന് ഏകദേശം പ്രസ് ക്ലബ് ജംഗ്ഷനിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രഗിരി പാലത്തിന് തൊട്ടടുത്താണ് ഈ ഒരു കുഴികളൊക്കെ കാണുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാവുന്ന പോലെ തന്നെ ഞാൻ ഈ ദൃശ്യങ്ങളൊന്ന് കാണിക്കാം. ഇത്രത്തോളം ആഴം ഈ കുഴികൾക്ക് ഉണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ 5ഓളം കുഴികൾ ഈ സ്ഥലത്തുണ്ട്. ഇതിന് തൊട്ട് മുകളിലാണ് PWD ഓഫീസ്. ഉദ്യോഗസ്ഥർക്ക് ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങി ഈ റോഡിലേക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ മാത്രം വാഹനങ്ങളും യാത്രക്കാരും എത്രത്തോളം ദുരിതം ഈ റോഡിലൂടെ അനുഭവിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ അത് നല്ല ആഴമുള്ള കുഴിയാണ്. അരുൺ ഇപ്പോൾ കാണിക്കുമ്പോൾ നല്ല ആഴമുള്ള കുഴിയാണെന്ന് മനസ്സിലാകുന്നു. പകൽ സമയത്ത് അത് ആ കുഴി ഒഴിവാക്കിക്കൊണ്ട് പോകാൻ കഴിയും. രാത്രിയാകുമ്പോൾ എന്ത് ചെയ്യും? രാത്രിയാകുമ്പോഴൊക്കെ വലിയ രീതിയിലുള്ള ഒരു അപകടം ഈ പ്രദേശത്ത് ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ അനുജ ദൃശ്യങ്ങളിൽ കാണാവുന്ന പോലെ തന്നെ ഒരു ടാങ്കർ ലോറി പോവുകയാണ്. അത്രത്തോളം ആഴം, അതിന്റെ ടയറൊക്കെ ആ കുഴിയിൽ വീഴുമ്പോൾ അത്രത്തോളം ആഴം ഈ കുഴിക്കുണ്ട് എന്നതാണ്. രാത്രി കാലങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള ഒരു അപകടം പതിയിരിക്കുന്ന ഒരു മേഖലയാണ്. പ്രത്യേകിച്ച് ഇവിടെ ലൈറ്റുകളോ മറ്റൊന്നും തന്നെ സ്ഥാപിച്ചിട്ടില്ല. PWD ഓഫീസിന് തൊട്ട് മുന്നിലാണ് ഈ ഒരു കുഴി ഉള്ളതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഉദ്യോഗസ്ഥർക്കൊന്ന് പുറത്തിറങ്ങി നോക്കിയാൽ തന്നെ ഈ കുഴി എത്രത്തോളം അപകടത്തിലാണ് ഇപ്പോൾ ഉള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും ഒരു യാത്രക്കാരൻ നമുക്കിപ്പോൾ ചേരുകയാണ്. ചേട്ടാ, എന്താണ് നിലവിലെ അവസ്ഥ ഇവിടെ? കഴിഞ്ഞ 5 വർഷത്തോളമായി ഈ റോഡിന്റെ സ്ഥിതി ഇതാണ്. എല്ലാ മഴക്കാലത്തും ഇതേ സ്ഥിതിയാണ് ഈ റോഡിന്. ഇത് PWD ഓഫീസിന്റെ തൊട്ട് മുമ്പിലാണ്. അവിടെ നിന്ന് മൂക്ക് ചീറ്റാൻ ഉദ്യോഗസ്ഥന്മാർ ഇറങ്ങിയാൽ ഇത് അവരുടെ ശ്രദ്ധയിൽപ്പെടും. അതുപോലെ തന്നെ ഇവിടുത്തെ 3 MLA മാർ സ്ഥിരം സഞ്ചരിക്കുന്ന ഒരു റോഡാണ് ഇത്. കഴിഞ്ഞ 5 വർഷമായിട്ട് ഇതിന്റെ എല്ലാ വർഷവും ഇതാണ് സ്ഥിതി. ഇപ്രാവശ്യം മഴ കുറവായിട്ടും അഗാധ ഗർത്തങ്ങളാണ് ഇവിടെ രൂപപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കിയാൽ കാണാം. ഇവിടുത്തെ ജനങ്ങൾ രാത്രി കാലങ്ങളിൽ ചെങ്കല്ലും മറ്റും ഉപയോഗിച്ച് ഇത് സാധാരണ നികത്താറുണ്ട്. ഈ മഴയ്ക്കത് ഒലിച്ചു പോകാറാണ് പതിവ്. അടിയന്തരമായി ജനങ്ങളുടെ ക്ഷമ പരീക്ഷിക്കുന്നതിന് മുമ്പിൽ ആരെങ്കിലും ഇടപെട്ടില്ലെങ്കിൽ ഇത് വലിയൊരു അപകടത്തിലേക്കാണ് ചെന്നെത്തുക. കഴിഞ്ഞ മഴക്കാലത്ത് ഒരു വിദ്യാർത്ഥിനി ഈ കുഴിയിൽ ബൈക്ക് വീണ് മരണപ്പെട്ട സംഭവം പോലും ഉണ്ടായിരുന്നു. അതുപോലും അധികൃതരുടെ കണ്ണ് തുറപ്പിച്ചിട്ടില്ല. അനുജ, മറ്റൊരു ഇരുചക്ര വാഹന യാത്രക്കാരൻ കൂടി നമുക്ക് ചേരുകയാണ്. ചേട്ടാ, ഈ കുഴി നിലവിൽ കണ്ടില്ലേ? വളരെ അപകടകരമായ ഒരു കുഴിയാണിത്. ഇത് അധികൃതർ കണ്ണു തുറക്കാത്തതിൻ്റെ കാരണങ്ങളാണ്. ഇത് അപകടം വരുമ്പോൾ കുഴി അത്യാവശ്യം എന്തെങ്കിലും ചെയ്യലും പിന്നെ ചെയ്യാതിരിക്കലാണ് ഇവിടുത്തെ പ്രത്യേകതയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ പരിപാടി. അവർ ശ്രദ്ധിക്കുന്നില്ല. അവർ ശ്രദ്ധിക്കാത്തതിൻ്റെ കാരണങ്ങളാണ് ഈ കുഴികളെല്ലാം. ഇത് കാണുന്നില്ല നിങ്ങൾ? വളരെ അപകടകരമായ കുഴിയാണിത്. വളരെ തിരക്ക് പിടിച്ച ഒരു റോഡാണിത്. എന്തായാലും യാത്രക്കാർ വളരെയേറെ ദുരിതത്തിലാണ് എന്ന് വേണം പറയാൻ. അനുജ, കാസർഗോഡ് നഗരത്തിൽ നിന്ന് ഏകദേശം 200 മീറ്റർ അകലെ മാത്രമാണ് ഈ കുഴികളൊക്കെ തന്നെ ഉള്ളത്. 5 കുഴികളാണ് ഈ സംസ്ഥാന പാതയിലുള്ളത്. തൊട്ടപ്പുറത്തെ PWD ഓഫീസ്, ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ തന്നെ കാണാവുന്ന സ്ഥലം. മാത്രമല്ല, 3 MLA-മാർ നേരത്തെ കണ്ട കേച്ചേരി തൃശ്ശൂർ ആ റൂട്ടിലെ ഒരു പ്രഹസനം, കുഴിയടക്കൽ പ്രഹസനം നമ്മൾ കണ്ടതാണ്. ആ തരത്തിലേക്ക് എന്തെങ്കിലും ഇവിടെ കുഴി അടയ്ക്കുന്നതിന്, ഇത്ര അപകടമൊക്കെ ഉണ്ടായ സ്ഥലം കൂടിയാണല്ലോ അരുൺ, അവിടെ എന്തെങ്കിലും തരത്തിൽ നടപടികൾ ഉണ്ടായോ മഴയ്ക്ക് മുൻപ് അല്ലെങ്കിൽ മഴക്കാലത്ത്, അങ്ങനെ എപ്പോഴെങ്കിലും? അനുജ, ഞാനെന്തായാലും ഒരു 2 ആഴ്ചക്കുള്ളിൽ ഈ പ്രദേശത്തു കൂടി ഒരു 10 തവണയെങ്കിലും യാത്ര ചെയ്തിട്ടുണ്ടാവും. ഒരു തവണ പോലും ഉദ്യോഗസ്ഥർ ഈ പ്രദേശത്ത് ഈ റോട്ടിലെ കുഴി അടയ്ക്കുന്നതായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഇത്തരത്തിൽ 5ഓളം കുഴികൾ ഈ പ്രദേശത്തുണ്ട്. വലിയ രീതിയിലുള്ളൊരു അപകട സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഇരുചക്ര വാഹനങ്ങളും ഓട്ടോറിക്ഷകളും അടക്കം, നേരത്തെ ഒരു ടാങ്കർ ലോറിയുടെ ടയർ ഈ കുഴിയിൽ വീണത് നമ്മൾ കണ്ടതാണ്. അത്രത്തോളം അപകടം പതിയിരിക്കുന്ന കുഴികളാണ്. രാത്രികാലങ്ങളിൽ ഒരു രക്ഷയുമില്ല. എന്തെങ്കിലും അപകടം പറ്റിയാൽ പോലും ആരും അറിയാനുള്ള ഒരു സാഹചര്യം പോലും ഇല്ലാത്ത പ്രദേശം. കാരണം ഇരുട്ട് മൂടിയ ഒരു പ്രദേശമായിരിക്കും. രാത്രിയായി കഴിഞ്ഞാൽ സ്ട്രീറ്റ് ലൈറ്റുകളോ മറ്റൊന്നും തന്നെ ഈ പ്രദേശത്തില്ല. വലിയ രീതിയിലുള്ളൊരു അപകടം പതിയിരിക്കുന്ന മേഖലയാണ്. എന്നിട്ട് പോലും ഉദ്യോഗസ്ഥർ കണ്ണട
അടച്ചിരിക്കുന്നു. ഈ കുഴിയൊന്നും അടയ്ക്കാനോ യാത്രാ ദുരിതം പരിഹരിക്കാനോ ഇടപെടുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ അതിൽ സാധിക്കുന്നത്. ഏറ്റവും അനുജ. കൂടുതൽ നമുക്ക് ഭീതി ഉണ്ടാക്കുന്നത് അരുൺ, ഇപ്പോൾ ഇതുവഴി സ്ഥിരം കടന്നു പോകുന്ന അല്ലെങ്കിൽ ഈ റൂട്ട് പരിചയമുള്ളവർക്കറിയാം ഇവിടെ ഇത്ര വലിയ കുഴികളൊക്കെ ഉണ്ട് എന്ന്. പക്ഷേ അതല്ലാത്ത ആളുകൾ, ആദ്യമായൊക്കെ അതുവഴി വരുന്ന ആളുകളെ സംബന്ധിച്ച് ഇങ്ങനെ കുഴിയുള്ളതായി അറിയാത്ത ആളുകൾ അപകടത്തിൽപ്പെടാനൊക്കെയുള്ള സാധ്യത എത്ര വലുതാണ് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അധികാരികൾ ഇതിനു നേരെ കണ്ണടയ്ക്കുന്നത്, ഇതിന് നടപടിയെടുക്കാത്തത്, പരിഹാരം കാണാത്തത് എന്നുള്ളത് അത്ഭുതമുളവാക്കുകയാണ്. എന്തുകൊണ്ട് ഇത്തരത്തിലേക്കൊരു പ്രതികരണം വരുന്നു അധികൃതരുടെ ഭാഗത്തു നിന്ന് എന്നുള്ളത് ഞങ്ങളുടെ പ്രതിനിധികൾ ഇടയ്ക്ക് തത്സമയ വിവരങ്ങൾ നൽകുകയായിരുന്നു.